പലപ്പോഴും പറയുന്നുണ്ട് മുടി പിടിച്ച് വലിക്കരുന്നല്ലേ, മുടി പിടിച്ച് വലിക്കുന്ന പറ മനസ്സിലായില്ലേ കുട്ടിക്ക്? വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ മലയ്ക്ക് പോകുന്നുണ്ട്, നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയിട്ട് ഇപ്പൊ 1 മാസമായിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കടന്നു പോണേ അല്ലേ. അപ്പൊ ഇവിടെ വന്നപ്പോ 2 ദിവസമായിട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പിള്ളേരൊക്കെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. എൻ്റെ അമ്മാമ്മയുടെ ചേച്ചീനെ കാണാനും അതേപോലെ തന്നെ എൻ്റെ കസിനെ, എൻ്റെ വല്യമ്മയുടെ മോളെ കാണാൻ പോവാണ്. ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നു, പനിയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് തിരിച്ച് കോയമ്പത്തൂർക്ക് പോവും. അപ്പോൾ വല്യമ്മാമ്മനെ കണ്ടാണെങ്കിലും കുറച്ച് ദിവസമായി. അപ്പോൾ അമ്മേനെയും കൂട്ടിയിട്ട് ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ റെഡി ആക്കണം. ചെക്കന്മാരെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് കൊടുക്കണം. അമ്മ എന്തോടെ നാളികേരോ എന്തോ മിക്സിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യൂസാണെന്ന് തോന്നുന്നു. അയ്യോ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ അല്ലി സ്വാഗതം പറ വിട്ട്. പലപ്പോഴും പറയുന്നുണ്ട് മുടി പിടിച്ച് വലിക്കരുന്നല്ലേ, മുടി പിടിച്ച് വലിക്കുന്ന പറ മനസ്സിലായില്ലേ കുട്ടിക്ക്? ഇവിടെ അമ്മ തക്കാളി ചമ്മന്തി ആണെങ്കിൽ 2 ദിവസത്തേക്ക് പൊടിച്ചു വയ്ക്കട്ടെ. അപ്പോൾ ഇന്നലെ പൊടിച്ചാണ്, ഇന്നെടുത്തപ്പോൾ ഒന്ന് ചൂടാക്കട്ടെ. ദോശയായിട്ടുണ്ട്. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയാണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ അതിനേക്കാൾ മുന്നായിട്ട് പിള്ളേരെ പാമ്പേഴ്സ് യൂസ് ചെയ്യട്ടെ. കുറേ പേരോട് ചോദിക്കുന്നുണ്ട് എന്തിന് ഇപ്പോഴും പാമ്പേഴ്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ വീട്ടിലായാലും അംഗനവാടി പോകുമ്പോഴാലും പാമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഒരു സേഫ്റ്റിക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ഓട്ടോയിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവർക്ക് വല്ല മോശം പോകാനാണെങ്കിലോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനാണെങ്കിലും പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അത് വിചാരിച്ച് നമ്മൾ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ്. 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 12 hours പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഡയപ്പർ ഫുള്ളായെന്ന് അറിയാൻ വേണ്ടി ഈ യെല്ലോ ലൈൻ ബ്ലൂ കളറായി മാറും. മാത്രമല്ല ഇത് 10 million പോഴ്സ് ഉണ്ട് ഇതിൽ. ഇതുവരെയായിട്ടും റാഷസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യുമ്പോൾ. ഒട്ടും ലീക്ക് ആവില്ലിട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. പിള്ളേർ ഹാപ്പിയാണ്. നമ്മൾ ഇതേപോലെ പുറത്ത് പോകുമ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കാതിരിക്കാൻ നിവർത്തില്ല. ഇവർ പറയുമെങ്കിൽ പോലും ചിലപ്പോൾ ഇന്ന് കാലത്ത് മോശം പോയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും നെടിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരമാണ് ഈ ഡയപ്പർ പാൻസ്. കാരണം ഒട്ടും റാഷസ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ചെക്ക് ചെയ്തോളൂ. പാമ്പേഴ്സ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മമാരെ രണ്ടിനെയും ഡ്രസ്സ് ഇടിപ്പിക്കട്ടെ. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ 2 ജോഡി ഞാൻ കുറച്ച് ജോഡി വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ 250, 300 ഒക്കെ ആയിട്ട്. കാരണം ഇപ്പം അംഗനവാടിയിലൊക്കെ പോവല്ലേ. അപ്പോൾ ഡെയിലി കളർ ഡ്രസ്സ് വേണ്ടി വരുന്നുണ്ട്. അപ്പം നല്ല ഡ്രസ്സുകൾ ഡെയിലി ഇട്ട് കൊടുക്കുമ്പോൾ ചീത്തവണ ഇന്നും വാഷ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ഐറ്റംസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ ഞാൻ ഒരു കോംബോ ഓട്ടോ ഇത് 2 അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലക്കുട്ടനടക്കം ഇച്ചിരി ലൂസാണ്. അപ്പോൾ പിന്നെ ന്യൂസിന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരിക്കും ടീഷർട്ടിനൊക്കെ. പക്ഷെ കാശിക്കുട്ടനാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പൈസക്ക് ഇത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് കുറേ സോപ്പും പൊടിയൊന്നും ഇടാണ്ട് ഒരുപാട് നേരം വാഷ് ചെയ്യാണ്ട് കുറച്ച് നേരം ഇങ്ങനെ ചിലപ്പോൾ ചിലത്തിലായാലും അധികം അഴുക്കില്ലെങ്കിൽ ഉരുട്ടാൽ മതി. അങ്ങനെ യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് നല്ലതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോമ്പിനേഷൻ ഡ്രസ്സ് ഉണ്ട്. ഇവന്മാർക്ക് ഇങ്ങനെ തന്നെ എടുക്കണം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്വിങ്സിന് എന്താണ് ഒരേപോലത്തെ ഡ്രസ്സ് ഇടിപ്പിച്ചു കൊണ്ട് നടക്കണേന്ന്. ഞാൻ ആദ്യം ഒരേപോലത്തെ ഡ്രസ്സ് ഇടിപ്പിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നിവർത്തിയിൽ ഒരു വാശി പിടിക്കും. അതെ, തലമുടി അങ്ങനെ 2 പേരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സുന്ദര മണികളായിട്ട് ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഞാനും റെഡി ഡ്രസ്സൊക്കെ നേരത്തെ ഇടുക വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും വല്ലാത്ത രീതിയിൽ ചെയ്യുന്നില്ല ഗൈസ്. ഹേ ഗൈസ്, അയ്യോ ദുഷിരല്ലേ. അതേ ഇന്നലെ രാത്രി എന്താണ് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ നല്ല ഉറങ്ങിയപ്പോൾ 2:45 എങ്ങാണ്ടായി. ഇയാൾ ഉറങ്ങി വന്നപ്പോൾ തന്നെ ഒരു 1:45 അപ്പൊ റെഡി ആവട്ടെ. ഒരു 11 മണിയാകുമ്പോഴേക്കും വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിഖിൽച്ചായിട്ടും വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. അപ്പൊ നീതു ചേച്ചിനെ മാത്രമല്ല നമ്മുടെ വല്യമ്മാമനെ കാണും, അമ്മയുടെ ചേച്ചിനെ ഒന്ന് കാണണം. അപ്പം റെഡി ആവട്ടെ.
മീൻസ് ഉറങ്ങാത്തതിനൊരു ക്ഷീണമുണ്ട് മോൾക്ക്. പിന്നെ വിചാരിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടും ഡ്രൈ ആവുന്നുണ്ട്. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാട്ടോ. അതേപോലെ തന്നെ സൺസ്ക്രീനും ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയ പിന്നെ നല്ലൊരു ചേഞ്ച് തോന്നിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് ഫൈനലി ഇവരെ പാലും കൂടിയും കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ദോശ നല്ല കുട്ടികളായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇനി പാലും കൂടിയും കൊടുക്കട്ടെ. ഓട്ടോ ദേ പുറത്ത് വന്നിട്ടുണ്ട്. മുത്തിയമ്മാമയുടെ പല്ല് പറയുന്ന മുത്തിയമ്മാമ അങ്ങനെ അധികം വരാറില്ലല്ലോ. മുത്തിയമ്മാമനെ കുറേ വിളിച്ചിട്ടുണ്ടെങ്കിലും മുത്തിയമ്മാമ ഒരു സ്ഥലത്തേക്ക് വരാറില്ല. ഇതിപ്പോൾ വലിയമാമരോടൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മുപ്പർ വേഗം ചാടി വന്നത്. അപ്പം മുത്തിയമ്മാമോട് പറയാണ് വേണ്ട മുത്തിയമ്മാമ വരണ്ട ഇവിടെ ഇരുന്നോളാനായിട്ട്. അപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓട്ടോറിക്ഷയിൽ കയറുന്നത്, ഈ വെള്ളിമുങ്ങയിൽ കയറുന്നത്. മറ്റേ ഓട്ടോറിക്ഷയിൽ ഒരുപാട് കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഓട്ടോറിക്ഷ അമ്മ അധികം വിളിക്കാറില്ല. അപ്പം അമ്മ പറയേ കാരണം ഇത്രയും ദൂരം നമ്മൾ പോണതല്ലേ, വാടാനപ്പുള്ളി വരെ പോണതല്ലേ, അപ്പം അധികം കുത്തിക്കുലിങ്ങാണ്ടൊക്കെ നല്ല സുഖത്തിൽ ഈ ഓട്ടോയിലാകുമ്പോൾ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ചത്. അമ്മാമ്മയ്ക്കായാലും കുറച്ച് സുഖം, തണ്ടലൊക്കെ വയ്യാത്ത ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടോ വിളിച്ചേട്ടെ. അപ്പോൾ ഇത് നല്ല സൗകര്യമുള്ള ഓട്ടോയാണ്. ഞാനും ഈ ഓട്ടോയിലൊക്കെ നിങ്ങൾക്ക് പോയിട്ടില്ലെന്നേ, ഫുള്ള് മറ്റു ഓട്ടോയിലല്ലേ പോവാ. നമ്മൾ ആപ്പയിലാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നതിൽ. അപ്പം അമ്മതേ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ചോറും പാത്രം എടുത്ത് പിടിച്ചിട്ടുണ്ട് വല്യമ്മരോടൊന്നും, അല്ലെങ്കിൽ വല്യമ്മമാരെ വീട്ടിൽ നിന്ന് എങ്ങാനും ചോറ് എടുക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വരുന്ന വഴി നേരെ കടയിൽ ഇറങ്ങും, ഞങ്ങൾ നേരെ വീട്ടിലിറങ്ങും. അങ്ങനെയാണ്. അപ്പം പോണ വഴിക്ക് അവൾക്ക് ഞങ്ങൾ വേറെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാൻ കയറിയില്ല. കരിക്ക് നല്ലതല്ല, ക്ഷീണമായിട്ടിരിക്കുന്നത് ആയതുകൊണ്ട്. കഴിഞ്ഞിട്ട് വാടാൻപുള്ളി എത്താറായിട്ടുണ്ട്. അപ്പം അവൾക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പേരക്കായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ കരിക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ നല്ല കരിക്കിൻ്റെ ഒരു സെൻറ്ററാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മൾ കരിക്ക് വാങ്ങിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന് ദിവസം അമ്മമാർ കൂടെ പോയിട്ടുണ്ട്, അല്ലിക്കുട്ടി ആളെ കൂടെ ഉണ്ട്. മുത്തിയമ്മാമയ്ക്ക് തുപ്പാണെന്ന് പറഞ്ഞിട്ട് മുത്തിയമ്മാമ അതിൻ്റെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിക്കിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി കട ഉണ്ടായിരുന്നു, ലേസൊക്കെ വെച്ചിട്ടുള്ളത്. ഭാഗ്യത്തേക്ക് അങ്ങോട്ട് ശ്രദ്ധ തീരിട്ടില്ല, അല്ലെങ്കിൽ ആ പാക്കറ്റ് കാണുമ്പോൾ അങ്ങോട്ട് കുറച്ച് ആകൃഷ്ടതയാകേണ്ടതായിരുന്നു. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് പേരയ്ക്ക വേണമെന്ന്, അവൾക്ക് പേരയ്ക്ക ഇഷ്ടമാണ്, അവൾക്ക് പേരയ്ക്ക ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പേരയ്ക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേണ്ട, കുറച്ച് റോബസ്റ്റ് പഴം മേടിച്ചുള്ളൂ. അപ്പോൾ ഇവന്മാർക്ക് 2 ലോലിപ്പോപ്പും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ കുറേ നോക്കി, മറ്റേ നല്ല മധുരമുള്ള വലിയ സൈസ് പേരക്കായില്ലേ, അപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പിക്കുട്ടനും ചെറുതായിട്ട് ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവൻ്റെ ഹെയർ ഫുള്ള് വെട്ടി, നല്ല ഹെയർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ്റെ ഹെയർ. അതൊന്ന് കുറച്ച് ഭയങ്കരമായിട്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് സൈഡൊക്കെ നന്നായിട്ട് കുറച്ചു. ഇവിടെ വന്ന് കയറിയപ്പോഴാണെങ്കിൽ നല്ല മിനി വർത്തേനൊക്കെ മണമുണ്ട്. അപ്പോൾ ഞാൻ വലിയമ്മോട് പറഞ്ഞു, വലിയമ്മ എനിക്ക് കഴിക്കാൻ പറ്റില്ല, മറന്നു പോയെന്ന്. അപ്പോൾ വലിയപ്പോൾ ശരിക്കും മറന്നു പോയി. പിന്നെ അമ്മ വരുമ്പോൾ ഇവിടുന്ന് ചോറെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് മീനൊക്കെ വറുത്തച്ചതായിരുന്നു. അപ്പം അമ്മ എന്തായാലും അമ്മയ്ക്ക് ഇത് കുശാലായിട്ടുണ്ട്. ഞാനുള്ളതുകൊണ്ട് അമ്മ ഇത്ര ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, മീൻ വാങ്ങിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്കുള്ള ചോറ് വല്യമ്മ എടുക്കുന്നുണ്ട്, നല്ല അരക്ക കറിയും ഫ്രൈ ഒക്കെ ആയിട്ട്. അപ്പോൾ വല്യമ്മ പറയാം, നിനക്കിപ്പോൾ എന്താ തരാം, ഞാൻ നിനക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് വിട്ടുപോയെന്നുള്ള കാര്യം വല്യമ്മ പറയായിരുന്നു. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയൊക്കെ ഉണ്ട്, ട്രിപ്പ് ഇട്ടൊക്കെ അവൾക്ക് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ കുറച്ചധികം ദിവസമായി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഒരു വിസിറ്റ് ഉണ്ട്. നീതു ചേച്ചി ഇവിടെ വീട് വെച്ചപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നല്ലൊരു വിസിറ്റ്, ഒരു രാത്രി എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്ന് പോവാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അല്ലുകുട്ടനാണെങ്കിൽ അവിടെ ഫിൽറ്ററിൽ വെള്ളം വെച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തുമ്പോൾ അവന് മിഠായി വേണം. അതൊക്കെ നല്ല ഓർമ്മയാണ്, കാരണം ചേച്ചിയൊക്കെ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നതാണെന്നും ഒരു പെട്ടിയിൽ മിഠായി ഉണ്ടെന്നും ഫ്രിഡ്ജിൽ മിഠായി ഉണ്ടെന്നും ഒക്കെ അവൻ നന്നായിട്ട് അറിയാതുകൊണ്ട് നീതു ചേച്ചിയുടെ പിന്നാലെ അടുക്കുകയാണ്, മിഠായി എന്ന് പറഞ്ഞിട്ട്. വലിയമ്മ അപ്പതേ ചായ വെച്ചിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ചായയും ബിസ്ക്കറ്റും ആപ്പിളൊക്കെ ആയിട്ടിരുന്നതേ എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ എന്തുട്ടാ ഞങ്ങളിപ്പോൾ എന്താ സംസാരിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഡിസംബറിൽ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകും, കോയമ്പത്തൂർക്ക് പോകും. ഉണ്ണികളുടെ കണ്ണിൻ്റെ കാര്യം നമ്മുടെ അരവിന്ദ നമ്മൾ കോയമ്പത്തൂരുള്ള അരവിന്ദ കാണിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചേച്ചിയൊക്കെ എന്നാ നാട്ടിൽ വരുന്നതെന്നും പിന്നെ നീനു ചേച്ചി ഉണ്ട് അവിടെ, നീനു ചേച്ചി എന്നാൽ തിരിച്ച് നാട്ടിൽ വരുന്നതെന്നൊക്കെ കൂടുതൽ ഡിസ്കഷനായിരുന്നു. കാരണം ക്രിസ്മസ് ആയതുകൊണ്ടും ചിലപ്പോൾ അവർ തിരിച്ച് അവിടെ ലീവാണല്ലോ അവിടുത്തെ സ്കൂളിൽ, ചിലപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയായിരുന്നു ചേച്ചി.
പക്ഷേങ്കിൽ ക്രിസ്മസിന് മുന്നേ എന്നാലും ഞങ്ങൾ പോയിട്ട് പോരും. കാരണം ചേട്ടൻ അവിടെ നീനുൻ്റെ ഹസ്ബൻഡിന് അവിടെ കുറച്ച് ഇയർ എൻഡ് ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ. പോവുക, അവിടെ നിൽക്കുക, എല്ലാവരും കൂടി കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക, അതൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ കസിൻസ് ഇപ്പോഴും ഇതിങ്ങനെ കീപ്പ് ചെയ്ത്. പിന്നെ നീതു ചേച്ചി ഇപ്പോൾ ഈ പ്രാവശ്യം നാട്ടിലും ഉണ്ട്. അല്ലെങ്കിൽ നീതു ചേച്ചിനെ കിട്ടാറില്ല. ഞാൻ നിങ്ങൾക്കറിയാലോ മധുരയ്ക്ക് പോകുമ്പോൾ ഞാനും നീ ചേച്ചിനായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാം. ഇപ്രാവശ്യം ചേച്ചിയും കൂടി ഉണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് നന്നായിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ള കുറച്ച് പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ കാലത്ത് ഇവിടെ 2 പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഭവാനോ വാടൻപില്ലുള്ളത് നല്ല പഴംപൊരി ആയിരുന്നു. അപ്പോൾ ഞാനോട് പറയും നല്ല തള്ളീരായിട്ടുണ്ട്, തള്ളീര് രസമുണ്ടായിരുന്നു. നല്ല പഴുത്ത പഴമൊക്കെ ആയിട്ട്. എനിക്ക് പഴംപൊരിനേക്കാൾ കൂടുതലൊക്കെ ഇഷ്ടം എനിക്ക് മറ്റേ ഇതിട്ടുണ്ട് മസാല ബോണ്ട, മുട്ട ബജ്ജിയൊക്കെയാണ്. പക്ഷേ ഈ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ കുടിച്ചു. അപ്പുറത്തേ നമ്മുടെ ഓട്ടോ ചേട്ടനുണ്ട്. ഓട്ടോ ചേട്ടൻ നമ്മൾക്ക് അറിയാവുന്നൊരു ചേട്ടൻ തന്നെയാണ്. പണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ളതാണ്. അപ്പോൾ ആ ചേട്ടനൊക്കെ വിളിച്ച് ചായ കൊടുത്തു. അപ്പോൾ ഇവരാണെങ്കിൽ ഉപ്പേരി പിന്നെ രാവിലെ മാപ്പിൾ എന്താണ്ടൊക്കെ കൊണ്ട് അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഇരുന്ന് ഇവന്മാരെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി പോകണപ്പോൾ ഇവിടെ തന്നെയാണ് എൻ്റെ വല്യമ്മമ്മയുടെ വീട്, അമ്മമ്മയുടെ ചേച്ചിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അവിടേക്കും കൂടി ഒന്ന് പോയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നേരെ നമുക്കിനി എങ്ങോട്ട് പോവാം, വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് വരുന്ന വഴി നമുക്ക് ഫ്രൈഡ് റൈസ് വാങ്ങണം. വെജ് ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വന്നിട്ടൊന്നും വെക്കാൻ നിൽക്കണം. ഞാൻ പറഞ്ഞതൊന്നും വെക്കാൻ നിൽക്കണ്ട, ഫ്രൈഡ് റൈസ് വാങ്ങാം. അപ്പോൾ എനിക്കും അമ്മാവയ്ക്കും പിള്ളേർക്കും എല്ലാം അമ്മയ്ക്കുള്ള ചോറ് അമ്മ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫിനിഷ് ചെയ്തു. ഇവിടെ സുരിമാമൻ്റെ വീട്ടിൽ കയറി കുറച്ച് നേരം ഇരുന്ന് ഒരു ഓറഞ്ചും മറ്റേ പിയറില്ലേ അതൊക്കെ കഴിച്ചു. തിരിച്ചതേ വീട്ടിൽ വന്നു. ഫ്രൈഡ് റൈസ് ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ അയിനൂസ് ഉറങ്ങി ഗൈസ്. അപ്പോൾ അവനൊക്കെ എടുത്തിട്ട് അവൻ എണീറ്റിട്ട് വേണം ചോറ് കൊടുക്കാൻ. ഈ സമയം അല്ലുവിന് ചോറ് കൊടുക്കാം നമുക്ക്.